അല്ലെ, അവരുമായിട്ട് ഒരുമിച്ച് ഒരു സമരവും ഞങ്ങളില്ല, ആ പരിപാടിയില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും. കിട്ടുന്ന അവസരങ്ങൾ പാർലമെന്റിലും ഞങ്ങളുടെ അംഗങ്ങൾ ശക്തിയായി കേന്ദ്രത്തിനെതിരായി പറയും. കേരളത്തിലും ആദ്യമായി കേന്ദ്ര അവഗണനയ്ക്കെതിരായി പ്രതിപക്ഷം തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു വിഷയമുള്ളത്, നമുക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹർ കൈപ്പറ്റുന്നു എന്നുള്ളത്. എവിടെയായിരുന്നു ഗവൺമെൻറ്? 2022 CNAG കൃത്യമായത് ചൂണ്ടിക്കാണിച്ചാണ്. CNAG ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്, അനർഹരായ ധാരാളം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു. 2 വർഷമായിട്ടിത് പരിശോധിക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്പാർക്ക് ഉണ്ട്, അതുപോലെ സേവന ഇതുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ശമ്പളക്കാരെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ. ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പം ഇതുമായി മുന്നോട്ട് വരാൻ കാരണം എന്താണ് എന്നെനിക്കറിയില്ല. എന്തായാലും ഗുരുതരമായ ഒരു കാര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹരായ ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളത്. അതിനെതിരായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, തീർച്ചയായിട്ടും അല്ല, ഞങ്ങളൊരു നിലപാട് അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ 2 രീതിയിൽ കാണിക്കുന്ന, വയനാട് ദുരന്തബാധിതർക്കെതിരായി 2 രീതിയിൽ കാണിക്കുന്ന ഒരു നടപടിക്കെതിരായിട്ടാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധത്തെ ഇങ്ങനെയാണ് നേരിടാൻ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഇങ്ങനെ ഏതെങ്കിലും സമരത്തെ അടിച്ചമർത്താൻ പറ്റുമോ? എങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞത് വയനാടിനായി സമരം ചെയ്യും, അദ്ദേഹം എന്തൊക്കെ പറയണം, അതിനൊക്കെ ഞാൻ മറുപടി പറയും. അങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഒരു പൈസ പ്രധാനമന്ത്രി വന്ന് ഇവിടെ പോയിട്ട് കേന്ദ്ര സംഘം അന്വേഷിച്ച് നടന്നു പോയിട്ട് 1 രൂപ ഇവിടേക്ക് കൊടുത്തില്ല. അത് മേടിച്ചു കൊടുക്കാനുള്ള വല്ലതും പറ്റുമെന്ന് സുരേന്ദ്രന് സ്വാധീനമുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. വിലങ്ങാട് ഇതുപോലെ തന്നെയുള്ള പ്രശ്നമാണ്. നമ്മൾ വിലങ്ങാട് വിഷയവും ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും അവതരിപ്പിച്ചു. അപ്പോൾ വയനാട് ദുരന്തബാധിതരെ സഹായിച്ചതുപോലെ തന്നെ വിലങ്ങാട് ദുരന്തബാധിതരെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇതുവരെയുള്ള പിന്തുണ ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല സർക്കാരിന്. ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലാണ് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിപക്ഷം, ഞങ്ങൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 100 തെറ്റുകൾ കണ്ടുപിടിക്കുക. പക്ഷെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പോകാതെ ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഒരു പുതിയ കൾച്ചർ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ അടിക്കാതെ ദുരന്തബാധിതർക്ക് ഒപ്പമാണ് എല്ലാവരും എന്ന് അവർക്കൊരു ആത്മവിശ്വാസം വരും. അതുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത്. ഈ പോക്ക് പോയ ഞങ്ങൾക്കും അതിൽ നിന്ന് പിന്മാറേണ്ടി വരും. അതിലേക്ക് തീരുമാനിച്ചിട്ടില്ല, പക്ഷെ വളരെ സ്ലോ ആണ്. ആദ്യം കാണിച്ച ഒരു ആവേശവും ഇപ്പൊ കാണുന്നില്ല. ഒരു തരത്തിലുള്ള സ്റ്റെപ്പോടെ എടുക്കുന്നില്ല. അല്ല, കിട്ടിയ പണം ഉണ്ടല്ലോ, കിട്ടിയ പണം ഉപയോഗിക്കാൻ പാടില്ലേ? എത്ര കോടി രൂപ കിട്ടിയപ്പോൾ, എത്ര കോടി രൂപ കിട്ടി? അപ്പോൾ പ്രയോറിറ്റി വേണ്ടേ, നമുക്ക് മുൻഗണന വേണ്ടേ? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ഥലം സംഘടിപ്പിച്ചാൽ പണം കൊടുത്ത് വാങ്ങിക്കാം, അല്ലാതെ വാങ്ങിക്കാം, നെഗോഷിയേറ്റ് ചെയ്ത് സ്ഥലത്തിൻ്റെ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറച്ച് മേടിക്കാം. സംസാരിച്ചാൽ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു എന്താണ് വിഷയമെന്ന്. അപ്പോൾ അവരൊക്കെ തയ്യാറാണ് സംസ്കാരമായി സംസാരിക്കാൻ. പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരും സംസാരിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ പോയി ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഏറ്റെടുത്ത് ആരെങ്കിലും സമ്മതിക്കുമോ?